Vidyapeetham presents IQA State Quizzing Championship Season 2, co-powered by KSFE, media partner Amrita TV. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഏറ്റവും നമ്മൾ മാറ്റുരച്ച് നോക്കി തെരഞ്ഞെടുത്ത ചുണക്കുട്ടികളാണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഫുൾ പവർ ആയിട്ട് നമ്മുടെ കുട്ടികളെ ക്ഷണിക്കാൻ പോവാണ്. വെറും കുട്ടികളല്ല, പുലിക്കുട്ടികളാണ്. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ടീം എനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് AKGS GHSS പെർലശ്ശേരി, കണ്ണൂർ. And next we have team B, Amrita Vidyalayam, Pudiyakavu, Kollam. Next team C, HSS and VHSS, Brahmamangalam, Kottayam. And team D, Bhavan Selamakara, Ernakulam. 4 ടീംസ് ഇവിടെ റെഡിയാണ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ടീം എ? ഞാൻ ആദിദേവ് PK, പെർലശ്ശേരി സ്കൂളിൽ പഠിക്കുന്നു, 8ാം ക്ലാസ്. എന്റെ പേര് ദിൻഹ രാജേഷ്, പെർലശ്ശേരി സ്കൂളിൽ +1. നൈസ്. ആൻഡ് നെക്സ്റ്റ് ടീം? I am R. Madhav, studying in class +1 from Amrita Vidyalayam, Pudiyakavu. My name is Samal Krishna. I'm studying in +1 in Amrita Vidyalayam, Pudiyakavu. Yes, so team C. ഞാൻ ആദിനാരായണൻ, HSS ആൻഡ് VHS ബ്രഹ്മമംഗലം സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ജൂണ ബൈജു, HSS ആൻഡ് VHS ബ്രഹ്മമംഗലത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി. നെക്സ്റ്റ്? ഞാൻ അമൻ ബി മനോജ്, ഞാൻ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇഷാന മേനൻ, ഞാൻ 9th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ്. യെസ്, അപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. നിങ്ങളെല്ലാവരും തകർക്കും അല്ലേ? യെസ്, നമുക്ക് തകർക്കണം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ഇൻവൈറ്റ് നമ്മുടെ ക്വിസ് മാൻ. 125ഓളം ക്വിസുകൾ സംഘടിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് ഫെസ്റ്റിവൽ എന്ന റെക്കോർഡ് നേടിയ റെവർബറേറ്ററിന്റെ ശില്പി സ്നേഹ ശ്രീനിവാസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ക്വിസ് മാൻ. Yes, so now we are moving on to the round 1, aura farming. അറിവിന്റെയും തിരിച്ചറിവിന്റെയും കാഴ്ചയുടെയും ഉൾക്കാഴ്ചയുടെയും ഒബ്സർവേഷന്റെയും അനാലിറ്റിക്കൽ സ്കില്ലിന്റെയും എല്ലാം ഗെയിമായ ക്വിസിംഗിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ റൗണ്ടിൽ 4 മിടുക്കരായ ടീമുകളാണ് പല സ്കൂളുകളിൽ നിന്നായി എത്തിയിട്ടുള്ളത്. 4 റൗണ്ടുകൾ. ഒന്നാമത്തെ റൗണ്ടിന്റെ പേര് ദി ഓറ ഫാമിംഗ്. ഓറ ഫാമിംഗിന്റെ നിയമങ്ങൾ നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു 1 ടീം, മറ്റ് 3 ടീമുകൾക്കും പൗൺസ് ചെയ്യാം. പൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരങ്ങൾ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. +100 ഫോർ എ റൈറ്റ് ആൻസർ, -50 ഫോർ എ റോങ് ആൻസർ ഓൺ ദ പൗൺസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് മൈനസ് ഇല്ല, പാസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾക്കും മൈനസ് ഇല്ല. അപ്പോൾ ഓരോ ചോദ്യത്തിലും നിങ്ങൾക്ക് പാസ് ചെയ്ത് വരാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പൗൺസ് ചെയ്ത് ഉത്തരങ്ങൾ എൻ്റർ ചെയ്യാം. ഓൾറൈറ്റ്, നിയമങ്ങൾ വ്യക്തമാണ്? നിങ്ങൾ റെഡിയാണ്? ഹിയർ വി ഗോ. ഓറ ഫാമിംഗ് റൗണ്ട് 1, ക്വസ്റ്റ്യൻ നമ്പർ 1. ചിത്രത്തിൽ കാണുന്നത് സാമ്പാർ ഡിയർ. സാമ്പാർ എന്ന ഇനത്തിൽപ്പെട്ട മാൻവർഗമാണ്. എന്റെ ചോദ്യം ഇതാണ്: സാമ്പാർ ഡിയറിനെ ആ രാജ്യത്തിന്റെ കോട്ട് ഓഫ് ആംസിൽ നിങ്ങൾക്ക് കാണാം. മാർച്ച് 12 ഈ രാജ്യത്തിന്റെ ദേശീയ ദിനം. മാർച്ച് 12 തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ടെന്നും പറയപ്പെടുന്നു. കാരണം ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനോടുള്ള ആദരസൂചകമായി, ഗാന്ധിജിയോടുള്ള ആദരസൂചകമായാണ് ഈ രാജ്യം സ്വാതന്ത്ര്യ ദിനമായി മാർച്ച് 12 തിരഞ്ഞെടുത്തത് എന്നൊരു വേർഷനുമുണ്ട്. സ്റ്റെല്ല ക്ലാവിസ് മാരിസ് ഇൻഡി, സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഓഷ്യൻ എന്നാണ് ഈ കോട്ട് ഓഫ് ആംസിന്റെ അർത്ഥം. ചോദ്യം ഇതാണ്: ഏത് രാജ്യം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടീം എ ആണ് പറയേണ്ടത്, എന്നാൽ ബസർ ചെയ്തിരിക്കുന്നത് ടീം ഡി. ടീം ഡി നിങ്ങൾക്ക് ഉത്തരം എൻ്റർ ചെയ്യാം. ടീം ഡി ഉത്തരം എൻ്റർ ചെയ്തു. ഓൾറൈറ്റ്, സബ്മിറ്റഡ് യുവർ ആൻസേഴ്സ്. സോ നമുക്ക് ആരംഭിക്കാം. ടീം എ, ഏത് രാജ്യം? മാൽഡീവ്സ്. മാൽഡീവ്സ് എന്നാണ് ടീം എ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടീം ബി, പാസിംഗ് ടു ടീം ബി. Indonesia. Indonesia is a good answer but not the right answer. Passing to team C. മൗറീഷ്യസ്. മൗറീഷ്യസ് എന്ന് പറയാൻ എന്താണ് കാരണം? ഡോഡോ പക്ഷി. സാമ്പാർ ഡിയറിന്റെ കൂടെ അപ്പുറത്ത് വേറൊരു ജീവി കൂടിയുണ്ട്. അത് ഒരു പക്ഷിയാണ്, ഡോഡോ പക്ഷി. മൗറീഷ്യസിൽ കാണുന്ന ഡോഡോ പക്ഷിയാണത്. മൗറീഷ്യസ് is the right answer and team C opening your account. ടീം ഡി എൻ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ടീം ഡിയുടെ ഉത്തരം മൗറീഷ്യസ്. റൈറ്റ് ആൻസർ.
100 to ടീം സി, 100 to ടീം ഡി. ഗുഡ് സ്റ്റാർട്ട്. രണ്ടാമത്തെ ചോദ്യം വീണ്ടും ആരംഭിക്കുന്നത് ടീം ഡിയിലാണ്. കാരണം ഡയറക്റ്റ് ചോദ്യം ഉത്തരം പറഞ്ഞത് ടീം സി ആയതുകൊണ്ട് അടുത്ത ചോദ്യം വരുന്നത് നിങ്ങൾക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിന് പറയുന്ന പേര് ക്യാപ്ച എന്നാണ്. ക്യാപ്ച, റീക്യാപ്ച നിങ്ങൾ കേട്ട് കാണും. ബോട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾ പലപ്പോഴും ക്യാപ്ച എൻ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? സ്പാം തടയാനൊക്കെ ക്യാപ്ച ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഈ ക്യാപ്ച ഒരു ശാസ്ത്രജ്ഞനോടുള്ള ആദരസൂചകമായാണ് ക്യാപ്ച എന്ന പേര് നൽകിയത്. ഏത് ശാസ്ത്രജ്ഞന്റെ പേരാണ് നിങ്ങൾക്ക് ക്യാപ്ചയിൽ കാണാൻ സാധിക്കുക? ടീം ഡിയോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. ടീം എ, ബി, സി നിങ്ങൾ ബസർ ചെയ്യുന്നുണ്ടോ? പോൺസ് ചെയ്യുന്നുണ്ടോ? 3 ടീമുകളും പോൺസ് ചെയ്യുന്നില്ല. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടീം ഡി. എന്താണ് ഉത്തരം? ആലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ്. അപ്പൊ ക്യാപ്ച എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? പിന്നെന്താണ് അലൻ ട്യൂറിംഗ് എന്ന് പറയാൻ കാരണം? ഈ എ ആയതുകൊണ്ടാണോ? ടി ഉണ്ട്. ടി ഫോർ ട്യൂറിംഗ് ആണോ? എ ഫോർ എന്താണ്? കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. ഇതാണ് ക്യാപ്ച. അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻസർ ദിസ് ടൈം ആൻഡ് ടീം ഡി ഗെറ്റിംഗ് യുവർ പോയിന്റ്സ്. അലൻ ട്യൂറിംഗ് +100. ഗുഡ് ഷോ. 200. രണ്ടാമത്തെ ചോദ്യം അലൻ ട്യൂറിംഗ് എന്ന് ശരിയായ ഉത്തരം പറഞ്ഞത് ടീം ഡി ആണ്, എറണാകുളം ടീമാണ്. മൂന്നാമത്തെ ചോദ്യം വീണ്ടും വരുന്നത് ടീം എ നിങ്ങൾക്കാണ്. ടീം ഫ്രം പെരളശ്ശേരി സ്കൂൾ അല്ലെ? ആദിദേവ് ആൻഡ് ദിൻഹ. മൂന്നാമത്തെ ചോദ്യം, ദി ബോംബെ പ്ലാൻ. ദി ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 1940, 44, 45 കാലത്ത് ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു കൂട്ടം വ്യവസായികൾ ചേർന്ന് പ്രപ്പോസ് ചെയ്ത പ്ലാനാണ്. അതിൽ 11ഓളം ആളുകൾ ഉണ്ടായിരുന്നു. പുരുഷോത്തമൻ ദാസ്, താക്കൂർ ദാസ് ഉണ്ടായിരുന്നു, കസ്തൂർബായ് ലാൽബ ഉണ്ടായിരുന്നു, ആർദർശി ദലാൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശസ്തരായ കുറെ പേരുടെ കൂടെ തന്നെ ഏറ്റവും പ്രശസ്തരായ ഇന്ത്യയിലെ 2 വ്യവസായികൾ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഇടതു ഭാഗത്ത് കാണുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വ്യക്തി ആരെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഈ വ്യക്തിയുടെ കൂടെ വലതു ഭാഗത്തുള്ള ഈ വ്യക്തിയെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആരാണ്? ബോംബെ പ്ലാനിന്റെ ശില്പികൾ ഒരാളായ JRD ടാറ്റയോടൊപ്പം നിൽക്കുന്ന ഈ പ്രശസ്ത വ്യക്തി. നിങ്ങൾ നേരത്തെ കണ്ട ചിത്രത്തിൽ പുരുഷോത്തമൻ ദാസ്, താക്കൂർ ദാസിനെ കണ്ടു. ജോൺ മത്തായി ഉണ്ടായിരുന്നു, ലാല ശ്രീറാം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രശസ്തരായ 2 പേർ, ഒരാൾ JRD ടാറ്റ ആയിരുന്നെങ്കിൽ, ജംഷഡ്ജി ടാറ്റ ആയിരുന്നെങ്കിൽ, വലതു ഭാഗത്ത് കാണുന്ന ആ വ്യക്തി ആരാണ്? ടീം എയോടുള്ള ചോദ്യമാണ്. ആരെങ്കിലും പോൺസ് ചെയ്യുന്നുണ്ടോ? ആരും പോൺസ് ചെയ്യുന്നില്ല. സോ ടീം എ നിങ്ങൾക്ക് ഉത്തരം പറയാം. ആരാണ് ആ വ്യവസായി? ഇടതു ഭാഗത്ത് കാണുന്നത് ടാറ്റയാണെങ്കിൽ വലതു ഭാഗത്ത് കാണുന്ന ആ വ്യവസായി ആരാണ്? GD ബിർള. ബിർള, ഘൻശ്യാം ദാസ് ബിർള ഈസ് ദ റൈറ്റ് ആൻസർ. വെൽ ഡൺ. 100 പോയിന്റ്സ് ടു ടീം എ. പെരളശ്ശേരി സ്കൂൾ ആദിദേവും ദിൻഹെ 100 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം വരുന്നത് ഒരു വീഡിയോ ആണ്. ടീം ബി നിങ്ങൾക്കാണ് ഡയറക്റ്റ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 4. നിങ്ങൾ കാണുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വീഡിയോ ഒരു ചടങ്ങിന്റെ പേരാണ്. ആരാധനാലയവുമായി ബന്ധപ്പെട്ട് കാണുന്ന ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ പേര് തന്നെയാണ് ലോകത്തിലെ വളരെ പ്രശസ്തമായ ഒരു കാർ കമ്പനിയുടെ ബ്രാൻഡ് ഓഫ് കാറിന്റെ പേരും. ഏതാണ് ഈ പ്രശസ്തമായ കാർ നിർമ്മാണ കമ്പനി? വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഭീമാപള്ളിയാണ്. ഭീമാപള്ളിയിലെ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ഇറ്റാലിയൻ കാർ നിർമ്മാതാക്കളുടെ പേര് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആരെങ്കിലും പോൺസ് ചെയ്യുന്നുണ്ടോ? ആരും പോൺസ് ചെയ്യുന്നില്ല. ശരി, ടീം ബി. ഫിയറ്റ് നോട്ട് ദ റൈറ്റ് ആൻസർ. പാസിംഗ് ടു ടീം സി. പാസ്. ടീം ഡിക്ക് ഉത്തരം പറയാം. ഫെറാറി. പാസിംഗ് ടു ടീം എ. മസ്ദ. പറഞ്ഞ ഉത്തരങ്ങളൊക്കെ തെറ്റാണ്. ഫിയറ്റ് അല്ല, ഫെറാറിയും അല്ല, മസ്ദയും അല്ല. ഈ ചടങ്ങിന്റെ പേര് നിങ്ങൾക്കറിയോ? ഈ ചടങ്ങിന്റെ പേര് ഞാൻ പറയും. ഈ ചടങ്ങിന്റെ പേര് ഉറൂസ് എന്നാണ്. ഭീമാപള്ളി ഉറൂസ്. ലംബോർഗിനി ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്ന ഉത്തരം. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ റൗണ്ടോടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ക്വിക്ലി മൂവ് ഇൻ ടു റൗണ്ട് 2. റൗണ്ട് 1 നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. മൂവിംഗ് ഓൺ ടു റൗണ്ട് 2, ദാറ്റ് ഇസ് ക്ലോക്ക് ഇറ്റ്. ഇവിടെ ബസർ ആർക്ക് വേണമെങ്കിലും അമർത്താം, എപ്പോൾ വേണമെങ്കിലും അമർത്താം. 100 പോയിന്റ്സ് ആയിരിക്കും കിട്ടുക. ഇഫ് റോങ് ആൻസർ ആണെങ്കിൽ -50 ആയിരിക്കും പോവുക. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു റൗണ്ട് 2. ക്ലോക്ക് ഇറ്റ്. രണ്ടാമത്തെ റൗണ്ടായ ക്ലോക്ക് ഇറ്റിൽ എത്തി നിൽക്കുന്നു നമ്മൾ. ഇതൊരു ബസർ റൗണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അറിവിനൊപ്പം വേഗതയും പരീക്ഷിക്കുന്ന റൗണ്ടാണ്. എത്ര ക്യുക്കായിട്ട് നിങ്ങൾ ബസർ അടിക്കുന്നു, ബസർ അടിച്ച ഉടനെ തന്നെ ഉത്തരം പറയുക. ഡിലേഡ് ആൻസർ, മൾട്ടിപ്പിൾ ആൻസർ, എക്സ്പ്ലനേറ്ററി ആൻസർ എല്ലാത്തിനും -50 ഉണ്ട്. അത് ഓർക്കുക. ബസർ പ്രസ് ചെയ്യുക. ഞാൻ ഏത് ടീമാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആൻസർ പറയുക.
റെഡി? ഒരു ടീമിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും ബസർ പ്രസ് ചെയ്യാം. ഒരു തവണ തെറ്റിയാലും കുഴപ്പമില്ല. വീണ്ടും ഞാൻ ക്ലൂ തന്നുകൊണ്ടേയിരിക്കും. 4 ടീമുകൾക്കും എപ്പോഴും അത് ഓപ്പൺ ആണ്. ആ ടീമിന് തന്നെ വീണ്ടും ബസർ ചെയ്ത് വീണ്ടും ശരിയുത്തരമോ തെറ്റുത്തരമോ പറയാം. റെഡി? ക്ലോക്ക് 8, റൗണ്ട് 2, ക്വസ്റ്റ്യൻ നമ്പർ 1. എഡ്വാർഡ് III ഇനീഷ്യേറ്റ് ചെയ്തു. റിച്ചാർഡ് II എ പീരീഡ് ഓഫ് കോൺഫ്ലിക്ട്. ഹെൻറി IV ആ കോൺഫ്ലിക്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഹെൻറി V അച്ചീവ്ഡ് വിക്ടറി അറ്റ് അഗിൻകോട്ട് ആൻഡ് ഹെൻറി VI saw the final phases and end. എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? 1300-കളിൽ തുടങ്ങി 1461 വരെ ചരിത്രത്തിലെ ഒരു യുദ്ധത്തെ കുറിച്ചാണ്. സപ്പോർട്ട് ടീം ഡി ബസർ ചെയ്യുന്നു. എറണാകുളം ഭവൻസ് എളമക്കര. എന്താണ്? ഏത് യുദ്ധം? വിച്ച് ബാറ്റിൽ? ദി 100-year war. ദി 100-year war. 100 years ആണോ നിങ്ങൾ അവിടെ കാണുന്നത്? എത്ര വർഷമുണ്ട്? It's more than ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ഇത് 116 വർഷം നീണ്ടു നിന്ന യുദ്ധമാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം 100 years wars ആണ്. 100 years war എത്ര കൊല്ലം നീണ്ടു നിന്നു? 116. 116 വർഷം നീണ്ടു നിന്ന 100 years war ആണ് ഇത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരി ഉത്തരമാണ്. റൈറ്റ് ആൻസർ 100 years war. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന 100 years വാറിന്റെ ചരിത്രം ശരിയായി കണ്ടുപിടിച്ചുകൊണ്ട് 100 പോയിന്റുകൾ നേടുന്നു. 100 points തന്നെ നേടുന്നു ടീം ഡി ഭവൻസ് എളമക്കര. Question number 5 that was moving to question number 6. 4 teams, fingers on the buzzers. Ready? കഥകളിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കഥകളിയിലെ 2 പാട്ടുകാരെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. കഥകളിയിലെ പ്രധാന പാട്ടുകാരനെ വിളിക്കുന്ന പേര് പൊന്നാനി എന്നാണ്. അങ്ങനെയാണെങ്കിൽ പൊന്നാനിയുടെ കൂടെ പാടുന്ന ആ വ്യക്തിയെ വിളിക്കുന്ന ആ പാട്ടുകാരനെ വിളിക്കുന്ന പേര് എന്താണ്? മലയാളത്തിൽ എപ്പോഴും കൂടെ നടക്കുന്ന ആൾ എന്നൊക്കെ അർത്ഥം വരുന്ന, ഒരു പക്ഷേ ഒരല്പം പരിഹാസത്തോടു കൂടി പറയുന്ന ആ പേര്. ടീം സി ബസർ ചെയ്യുന്നു ഇത്തവണ. എന്താണ് പൊന്നാനിയുടെ കൂടെയുള്ള ആൾ? ആരാണ്? ശിങ്കിടി. ശിങ്കിടി. റൈറ്റ് ആൻസർ. 100 to ടീം സി. ദിസ് ഈസ് കോൾഡ് ശിങ്കിടി. പൊന്നാനിയുടെ കൂടെ പ്രധാന പാട്ടുകാരൻ പൊന്നാനിയാണെങ്കിൽ കൂടെയുള്ളതാണ് ശിങ്കിടി. വെൽ ഡൺ. 100 പോയിന്റുകൾ കോട്ടയം ടീമിനായി. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. ഈസി വൺ ദിസ് ടൈം. ഫേസ്ബുക്കിന് തുടക്കം കുറിച്ച കഥ നിങ്ങൾ പലരും കേട്ട് കാണും. ഫേസ്ബുക്കിന്റെ ഹിസ്റ്ററി. യെസ്, ഞാൻ ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. എന്താണ് നിങ്ങളുടെ ഉത്തരം? ഒറ്റ ഉത്തരം. ഹാർവാർഡ് എന്നാണ് നിങ്ങൾ ഉത്തരം പറയുന്നത്. സോ എന്റെ ചോദ്യം ഫേസ്ബുക്ക് എവിടെ നിന്ന് ആരംഭിച്ചു എന്നാണെന്നാണ് നിങ്ങൾ കരുതിയത് അല്ലേ? യെസ്. എന്റെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തിയുടെ പേര് എന്ത് എന്നായിരുന്നെങ്കിലോ? എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഇത് തന്നെയായിരുന്നു. ഇത് എവിടെ നിന്നാണ് തുടക്കം കുറിച്ചത്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ലോഗോയാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. വെരിറ്റാസ്, ട്രൂത്ത്. Absolutely brilliant thinking and 100 to team D. Well done. Question number 7 that was, and question number 8, the last question in this round. പാർക്ക് ഡേവിസ് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വിൽബർ ലിങ്കൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനത്തെ ഭാഗമാണ് ഒരു പ്രശസ്തമായ ടെസ്റ്റിന് പേരായി ലഭിച്ചത്. ഓർഗനോലെപ്റ്റിക് ടെസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഇതിന് കൂടുതൽ പ്രശസ്തമായ പേര് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. SHU എന്നാണ്. അതിൽ S എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ടീം ഡി എളമക്കര ടീം വീണ്ടും ബസർ അമർത്തുന്നു. എന്താണ് SHU? സ്കോവിലെ ചില്ലീസിന്റെ ഇത് ടെസ്റ്റ് ചെയ്യാൻ. മുളകിന്റെയും കുരുമുളകിന്റെയും ഒക്കെ എരിവ് അളക്കാൻ ഉപയോഗിക്കുന്ന സ്കോവിൽ ഹീറ്റ് യൂണിറ്റ്. വിൽബർ ലിങ്കൻ സ്കോവിൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. റൈറ്റ് ആൻസർ. 100 to team D again. 2 റൗണ്ടുകൾ ഇവിടെ സമാപിക്കുമ്പോൾ നിലവിലുള്ള സ്കോർ നില എന്താണെന്ന് നമുക്ക് നോക്കാം. ജൂലിയറ്റ്. യെസ്, അപ്പൊ നമ്മുടെ റൗണ്ട് 2 കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ സാർ നമുക്ക് സ്കോർ ബോർഡ് ചെക്ക് ചെയ്യാം. യാ, ഇറ്റ്സ് ടീം എ വിത്ത് 100 points and ടീം ബി 0. Team C 200 points. Team D is 500 points. So, നമ്മൾ successfully round 2 കഴിഞ്ഞ സ്ഥിതിക്ക് we have to get into round 3 and we have a guest quiz man here. So, thank you sir. Let's invite 2 ദശാബ്ദ കാലമായി കേരള ക്വിസിംഗിലെ പരിചിത മുഖം, RBI, SBI, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ മുതലായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 350-ൽ പരം ക്വിസ് മത്സരങ്ങൾ നയിച്ചിട്ടുള്ള ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ കണ്ണൂർ ചാപ്റ്റർ പ്രസിഡന്റ് ലിൻജു സച്ചി. ശ്രീ ലിൻജു സച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ക്വിസ്മാൻ. Sir, please. So, handing over the stage for the round 3, clutch factor. സ്റ്റേറ്റ് ക്വിസ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 മൂന്നാമത്തെ റൗണ്ട്. ഈ റൗണ്ടിൽ ഓരോ ചോദ്യങ്ങളും
150 മാർക്ക് വീതം ലഭിക്കുന്ന ചോദ്യങ്ങളാണ്. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ റോങ് ആൻസർ ആണെങ്കിൽ 100 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ മൊത്തം 4 ചോദ്യങ്ങൾ 600 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന റൗണ്ടാണിത്. ക്ലിയർ ആണോ? ബസർ റൗണ്ടാണ്. ചോദ്യം നിങ്ങൾ സ്ക്രീനിൽ കാണും. ബസർ പ്രസ് ചെയ്യുക, ഉത്തരം പറയുക. ഉത്തരം ശരിയാണെങ്കിൽ 150 മാർക്ക് ലഭിക്കും. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 100 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം, മത്സരത്തിലെ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ചോദ്യം, നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ പേരാണ് പറയേണ്ടത്. ആ കെട്ടിടം 2006 വരെ പ്രവർത്തിച്ചിരുന്നത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന റാം മോഹൻ പാലസ് എന്ന കെട്ടിടത്തിലായിരുന്നു. യെസ്. ടീം ബി ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. ടീം ബി, എന്താണ് നിങ്ങളുടെ ഉത്തരം? കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതി. അപ്പോൾ PS റാവു എന്താണ്? PS റാവു അറിയില്ല. 1956 കേരള ഹൈക്കോടതി ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്ത ആളാണ് അന്നത്തെ ഗവർണർ ആയിരുന്ന PS റാവു. സോ ഫുൾ പോയിന്റ്സ് ടു ടീം ബി. കറക്റ്റ് ഉത്തരമാണ് കേരള ഹൈക്കോടതി. ഈ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം, മത്സരത്തിലെ 10ാമത്തെ ചോദ്യം. നിങ്ങൾ സ്ക്രീനിൽ ലോക മാപ്പാണ് കാണുന്നത്. അതിൽ 2 രാജ്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് തീർച്ചയായും ഇന്ത്യയാണ്. 2ാമത്തെ രാജ്യമായ മെക്സിക്കോയിൽ നിന്ന് 1960കളിൽ ഒരു കൺസൈൻമെന്റ് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പുറപ്പെട്ടു. 450 ടണ്ണിന്റെ കൺസൈൻമെന്റ് ആയിരുന്നു. അതിൽ ലെർമോ റോജോ 64A, സോണോറ 63, സോണോറ 64, മായോ 64 എന്നീ ഇനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. മെക്സിക്കോയിലെ ഒരു ബാങ്ക് പാകിസ്ഥാൻ നൽകിയ ചെക്ക് നിരാകരിച്ചു. കാരണം അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷേ ഈ 2 കൺസൈൻമെന്റുകളും ഈ രാജ്യങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ മുംബൈയിലേക്കും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്കുമാണ് ഈ കൺസൈൻമെന്റുകൾ എത്തിയത്. സോ ഇതിന് ശേഷം എന്താണ് സംഭവിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കം കുറിക്കുന്നത് ഈ ഒരു സംഭവത്തിലൂടെയാണ്. ഏത് സംഭവം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വി ഹാവ് ടീം ഡി. പറഞ്ഞോളൂ. ഗ്രീൻ റെവല്യൂഷൻ എന്താണിത് സംഭവം? MS സ്വാമിനാഥൻ തുടങ്ങിയ സ്വാമിനാഥനാണോ തുടങ്ങിയത് ഗ്രീൻ റെവല്യൂഷൻ? നോർമൻ ബോർലോഗ് തുടങ്ങിയ അഗ്രികൾച്ചർ. നോർമൻ ബെർലോഗ്, മെക്സിക്കോക്കാരനായ നോർമൻ ബെർലോഗ് തുടങ്ങി. മെക്സിക്കോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി. ഈ സാധനങ്ങൾ എന്തൊക്കെയാണ്? ലെർമോ റോജോ സീഡ്സ്. എന്തിന്റെ സീഡ്സ് ആണ്? റൈസ്. ഗ്രീൻ റെവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ റൈസ് ഉൽപാദനം നടത്തപ്പെട്ടത് ഏതാണ്? റൈസ് ആണോ? അല്ല. എനിവൺ? ഏതായിരുന്നു? ഏതിനമായിരുന്നു? വീറ്റ് ആയിരുന്നു, ഗോതമ്പായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഗോതമ്പിന്റെ വിവിധ ഇനങ്ങളാണ്. ലെർമോ റോജോ, സൊണോറോ, ഇതൊക്കെ എന്താണ്? ഗോതമ്പിന്റെ വിവിധ ഇനങ്ങളാണ്. ഫുൾ 150 പോയിന്റ്സ് ടു ടീം ഡി. മത്സരത്തിലെ 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഗുമാദപുര എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗോരെ ഹബ്ബ ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫെസ്റ്റിവലിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു സാധനം പരസ്പരം എറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. എന്ത് സാധനം പരസ്പരം എറിഞ്ഞുകൊണ്ടാണ് ഗോരെ ഹബ്ബ ഫെസ്റ്റിവൽ കർണാടക തമിഴ്നാട് ബോർഡറിലെ ജനങ്ങൾ ആഘോഷിക്കുന്നത്? അതിന്റെ കൂടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഈ ഒരു സാധനത്തിന്റെ എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതിയുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമതുള്ളത് വിയറ്റ്നാമാണ്, 2ാമത് ഇന്ത്യയാണ്, 3ാമത് ശ്രീലങ്കയാണ്, 4ാമത് ചൈനയാണ്. എന്ത് വസ്തു? ഓക്കെ, ഞാൻ കുറച്ച് ക്ലൂസ് തരാം. ഇന്ത്യയിൽ ചില വീടുകളിലൊക്കെ പണ്ട് കാലത്ത് വീട് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വി ഹാവ് ടീം എ ഓൺ ദ ബസർ. കൗഡങ്, ചാണകം. ചാണകം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. റൈറ്റ് ആൻസർ. ഫുൾ 150 പോയിന്റ്സ് ടു ടീം എ. കൗഡങ് ആണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എറിയുന്നത്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ 2 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. 2ാമത്തത് ഒരു കുടുംബ പേരാണ്, പോളച്ചിറയ്ക്കൽ കുടുംബം. എനിക്ക് വേണ്ടത് ഒരു കെട്ടിടത്തിന്റെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. പോളച്ചിറയ്ക്കൽ കൊച്ചുമ്മൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത്. 1900ത്തിന്റെ തുടക്കത്തിൽ മുൻപേ ഉണ്ടായിരുന്ന കെട്ടിടം തകർന്നപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു പുതിയൊരു കെട്ടിടം പണിയാനായിട്ട്. പക്ഷെ ആരും അത് സ്വീകരിച്ചില്ല. കാരണം അത് വനത്തിന്റെ ഉള്ളോട്ടുള്ളൊരു പ്രദേശമായിരുന്നു. പോളച്ചിറയ്ക്കൽ കൊച്ചുമ്മൻ എന്ന് പറയുന്ന കോൺട്രാക്ടർ
അത് സ്വീകരിച്ചു. അത് സ്വീകരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള രാജാ രവിവർമ്മയുടെ ഉപദേശം പ്രകാരമാണ്. പക്ഷേ ഇവർ കെട്ടിടം നിർമ്മിച്ചത് കൊല്ലം ജില്ലയിലെ ഒരു കൊട്ടാരത്തിൽ വെച്ചാണ്. അതിന്റെ പൂർണ്ണമായ ഭാഗം നിർമ്മിച്ചതിന് ശേഷം രാജാവിനെ കാണിച്ച് രാജാവിന് തൃപ്തിയായതിനു ശേഷം ആ കെട്ടിടം മുറിച്ചെടുത്ത് ആ ഓരോ ഭാഗങ്ങളും ഇതാ കാടിനുള്ള പ്രദേശത്തേക്ക് കൊണ്ടുപോയി. ഏകദേശം 4 മാസത്തോളം കാലം ഇവർ ഈ കെട്ടിടത്തിന്റെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ചെലവഴിച്ചു. ഏത് കെട്ടിടത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കെട്ടിടമാണ്. വാർത്തകളിലൊക്കെ ഇടയ്ക്കിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടം. അടുത്തിടെ വാർത്തകളിൽ ഉണ്ടായിരുന്ന കെട്ടിടമാണ്. ഓക്കെ, ടീം സി ഓൺ ദ ബസർ. എന്താണ് നിങ്ങളുടെ ഉത്തരം? ശബരിമല. ശബരിമല. റൈറ്റ് ആൻസർ, ശബരിമല. ടീം സി ഗെറ്റിംഗ് 150 പോയിന്റ്സ്. ഈ ചോദ്യത്തോടു കൂടി 3ാമത്തെ റൗണ്ട് അവസാനിക്കുകയാണ്. യെസ്, അപ്പോ സർ റൗണ്ട് 3യും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നൗ ലെറ്റ്സ് ഗോ ഫോർ ദി സ്കോർ ബോർഡ്. ടീം എ 250 points, team B with 150 points, team C it's 350 points, team D it's 650. Thank you so much sir for joining with us. So now it's time to invite നമ്മുടെ സ്വന്തം quizman സ്നേഹിത് sir. So now it's time for round 4, the plot twist. മത്സരത്തിലെ അവസാനത്തെ റൗണ്ടായ പ്ലോട്ട് ട്വിസ്റ്റിലെത്തി നിൽക്കുന്നു നമ്മൾ. 4 ടീമുകളിൽ ആർക്ക് വേണമെങ്കിലും ഈ ക്വിസ് ജയിച്ചുകൊണ്ട് 1ാം സ്ഥാനക്കാരായോ 2ാം സ്ഥാനക്കാരായോ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാം. സ്റ്റിൽ ദ കോമ്പറ്റീഷൻ ഈസ് ഓപ്പൺ. ട്വിസ്റ്റുകൾ സംഭവിക്കാം, ആർക്കും ജയിക്കാം. ഓപ്പൺ ടു ഓൾ. ഗെറ്റ് റെഡി. നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് റിസ്ക് എടുക്കാം. റിസ്ക് മാനേജ്മെന്റ് റൗണ്ട് കൂടെയാണിത്. 50, 100, 150, 200 ബസർ പ്രസ് ചെയ്ത് നിങ്ങൾ ഉത്തരങ്ങളല്ല പറയേണ്ടത്. നേരെ ഉത്തരം പറഞ്ഞാൽ മൈനസ് ആണ്. ബസർ പ്രസ് ചെയ്ത് നിങ്ങളുടെ ബിഡാണ്. ഇത് ആദ്യം ബിഡിംഗ് ആണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് ബിഡ് ചെയ്തെടുക്കുന്ന ടീമിനാണ് ഉത്തരം പറയാനുള്ള അവസരം. അതാണ് അതിന്റെ റിസ്ക് കാൽക്കുലേഷൻ പാർട്ട്. ദി പ്ലോട്ട് ട്വിസ്റ്റ് കോമ്പറ്റേറ്റീവ് ബിഡിംഗ് റൗണ്ട്. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. തീവണ്ടി എന്ന് പറഞ്ഞ സിനിമ ഏറെ പ്രശസ്തമായ ഒരു സിനിമയായിരുന്നു ടൊവിനോയുടെ. ഈ സിനിമയുടെ പോസ്റ്ററാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. വളരെ രസകരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഈ പോസ്റ്റർ ഈ സിനിമയിലെ ഒരു പ്രധാന സംഭവം നടക്കുന്ന ഒരു തുരുത്താണ്. ഈ തുരുത്തിന്റെ പേരാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇത് അകലാപ്പുഴ എന്ന് പറഞ്ഞ പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ തുരുത്തിന്റെ പേര് കണ്ടെത്താനുള്ള ഒരു ചെറിയ ക്ലൂ ആ ചിത്രത്തിൽ തന്നെയുണ്ട്. ചിത്രം ശ്രദ്ധിച്ചാൽ എന്തിന്റെയോ ഒരു ഷേപ്പിലാണ്. യെസ്, ടീം ബി ബസർ ചെയ്യുന്നു. എത്ര പോയിന്റിന് വേണ്ടി നിങ്ങൾ ബിഡ് ചെയ്യുന്നു? 200. They are going for the top gear. 200 points. Plus 200 if you are right, minus 200 if you are wrong. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതിന്റെ പേര്? ഉണ്ട്. ഓർമ്മയുണ്ട്. വെൽ ഡൺ. സോ തീവണ്ടി എന്ന സിനിമയിലെ ഈ തുരുത്തിന്റെ പേരെന്താണ്? കോഴിക്കോടിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന അകലാപ്പുഴയിലെ ഈ തുരുത്തിന്റെ പേര് എഡിസൺ തുരുത്ത്. എഡിസൺ തുരുത്തോ? എഡിസൺ നമ്മുടെ തോമസ് ആൽവ എഡിസൺ. ഉത്തരം ഒരു വീഡിയോ ആണ്. നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന്. 200 പോയിന്റ് ആണോ മൈനസ് 200 പോയിന്റ് ആണോ എന്ന് നോക്കാം. ആൻസർ പ്ലീസ്. നിന്റെ പറദീസ എഡിസൺ തുരുത്ത്. റൈറ്റ് ആൻസർ. ഫുൾ 200 പോയിന്റ്സ് ടു ടീം ബി. വെൽ ഡൺ. 14ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ഐ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൽപ്പവൃക്ഷമാണ് നിങ്ങൾ അവിടെ കാണുന്നത്. എന്താണ് എനിക്ക് ഉത്തരമായിട്ട് വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബസർ ചെയ്തിരിക്കുന്നത് ടീം ഡി ആണ്. എത്ര പോയിന്റിന് വേണ്ടി? 100. They are going for 50-50 ചാൻസ്. 100 പോയിന്റ്. ടീം എ ബി സി നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. 150-ഓ 200-നോ പോകാനുള്ള. എനിക്ക് വേണ്ട ഉത്തരം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. കൽപ്പവൃക്ഷം അവിടെ കാണാം. IIM ഡാഷ് എന്നും കാണാം. ടീം എ ഗോയിങ് ഫോർ ഇറ്റ്, നോട്ട് ടേക്കിംഗ് ദ റിസ്ക്. ടീം ബി സി വേണ്ട. സോ 100 പോയിന്റുകൾക്കായി ശ്രമിക്കുന്നു ടീം ഡി. വാട്ട്സ് യുവർ ആൻസർ? അഹമ്മദാബാദ് IIM. സോ നൗ എക്സ്പ്ലെയിൻ യുവർ ആൻസർ. അതിന്റെ മേളിലുള്ള ലോഗോ IIM അഹമ്മദാബാദിന്റെ ഇതിൽ നിന്നാണ് ഇൻസ്പയർ ആയത്. സിദ്ദി സയ്യിദ് ജാലി എന്ന് പറഞ്ഞ പള്ളിയിൽ നിന്നാണോ IIM അഹമ്മദാബാദിന്റെ ലോഗോ ഇൻസ്പയർഡ് ആയത്? അപ്പൊ കൽപ്പവൃക്ഷം എന്താണ്? നിങ്ങൾ ലോഗോയിൽ കാണുന്നത് ആക്ച്വലി ഒരു കൽപ്പവൃക്ഷമാണ്. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ വിഷ് ഫുൾഫില്ലിംഗ് ട്രീ ആണ്. നമ്മുടെ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ബനിയൻ ട്രീയെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുക. ഇറ്റ്സ് എ മിത്തോളജിക്കൽ
കൺസെപ്റ്റ്, ബട്ട് കൽപ്പവൃക്ഷമാണ് അവിടെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം പക്ഷേ IIM അഹമ്മദാബാദ് എന്നായിരുന്നു. എനിക്ക് വേണ്ടിയിരുന്ന ഉത്തരം IIM അഹമ്മദാബാദ് തന്നെയാണ്. ടീം ഡി വീണ്ടും 100 പോയിന്റുകൾ നേടി ഈ റൗണ്ടിൽ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. ചിത്രത്തിൽ കാണുന്നത് ആര്യ അന്തർജനത്തെയാണ്. നിങ്ങൾ കണ്ടെത്തേണ്ടത് ആര്യ അന്തർജനത്തിന്റെ ഭർത്താവ് ആരംഭിച്ച പ്രശസ്തമായ ആ സ്ഥാപനമാണ്. കേരളത്തിലെ ഈ സ്ഥാപനം, ഭർത്താവിന്റെ പേര് കൊളത്താപ്പള്ളി പോതായൻ എന്നായിരുന്നു. വാച്ചുകളുടെയും മറ്റും ചെറിയ കച്ചവടമായിരുന്നു ആദ്യം. തൃശൂർ ജില്ലയിലെ വടക്കേക്കാട്ടു നിന്ന് യാത്രകൾ ചെയ്തു, ധാരാളം യാത്രകൾ ചെയ്തു. കൃഷിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല. രസകരമായ ഒരു കാര്യം പല റെഫറൻസിലും പറയുന്നത്, ലോകത്തിലാദ്യമായിട്ട് ഇൻസ്റ്റന്റ് കോഫി ഞാൻ ലോകത്തിലാദ്യമായി ഇൻസ്റ്റന്റ് കോഫി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ടീം ബി എത്ര പോയിന്റുകൾ? 200 പോയിന്റ്. 200 പോയിന്റുകൾ. എന്താണ് നിങ്ങളുടെ ഉത്തരം? KP നമ്പൂതിരീസ്. KP നമ്പൂതിരീസ്. നിങ്ങൾക്ക് മാറിപ്പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, KP നമ്പൂതിരി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം ഇനിയും മാറ്റാൻ പറ്റില്ല. കൊളത്താപ്പള്ളി പോതായൻ എന്ന് പറഞ്ഞാൽ KP നമ്പൂതിരി, കൊളത്താപ്പള്ളി പോതായൻ നമ്പൂതിരി തന്നെയാണ് റൈറ്റ് ആൻസർ. 200 പോയിന്റുകൾ നേടുന്നു KP നമ്പൂതിരീസ്. റൈറ്റ് ആൻസർ. ഞാൻ പറയാൻ വന്നത്, ലോകത്ത് ആദ്യമായി ഇൻസ്റ്റന്റ് കോഫി അവതരിപ്പിച്ച് കൊണ്ടുവന്നത് നെസ്ലെ ആണെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പിൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അതിന് മുന്നേ തന്നെ KP നമ്പൂതിരീസ് അവതരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. യു ആർ ഹാവിംഗ് 200 പോയിന്റ് ദിസ് ടൈം. സോ ഈ ക്വസ്റ്റിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സ്റ്റിൽ ദർ ഈസ് സം കോമ്പറ്റീഷൻ ലെഫ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ചിത്രത്തിൽ കാണുന്ന വനിതയുടെ ഭർത്താവിനെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ലോകം അറിയുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഇവർ. കഥകളി നർത്തകി എന്ന രീതിയിൽ അല്ല പ്രശസ്ത എന്നായിരുന്നു ഞാൻ പറയാൻ പോയത്. എനിവേ, നിങ്ങൾ ബസർ ചെയ്തിരിക്കുകയാണ്. എത്ര പോയിന്റിനാണ്? 150 പോയിന്റ്സ്. 150 പോയിന്റ് അവർ ശ്രമിച്ചു. നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കി തന്നിരിക്കുന്നു. 200 പോയിന്റ് വേണ്ട ടീം ഇപ്പോൾ ഇവിടെയുണ്ട്. 200 പോയിന്റുകൾ കിട്ടിയാൽ 2ാം സ്ഥാനക്കാരായി ഫൈനലിലേക്ക് പോകുന്ന ടീം ഇവിടെയുണ്ട്. നിങ്ങൾക്കായി അവരത് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നോ മോർ ചാൻസ്. ഇവരുടെ ഭർത്താവ് പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് ഞാൻ പറഞ്ഞു. ഇവർ നർത്തകിയാണെന്നും പറഞ്ഞു, പക്ഷെ കഥകളി നർത്തകിയല്ല എന്നും പറഞ്ഞു. ടീം സി ഗോയിങ് ഫോർ ഇറ്റ്. എത്ര പോയിന്റുകൾ? 200 പോയിന്റുകൾ. 200 പോയിന്റിനായി ശ്രമിക്കുന്നു ടീം കോട്ടയം. എന്താണ് നിങ്ങളുടെ ഉത്തരം? ആരാണ് ചിത്രത്തിൽ കാണുന്ന ഈ വനിതയുടെ പ്രശസ്തനായ ഭർത്താവ്? വിക്രം സാരാഭായ്. അപ്പൊ ചിത്രത്തിൽ കാണുന്ന വനിത ആരാണ്? Absolutely right. This is വിക്രം സാരാഭായ്. ചിത്രത്തിൽ കാണുന്നത് മൃണാളിനി സാരാഭായ് തന്നെയായിരുന്നു. അങ്ങനെ 16ാമത്തെ ചോദ്യത്തിന് 200 പോയിന്റുകൾ കരസ്ഥമാക്കി ടീം സി ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. So let's see that final plot twist. So here comes the scoreboard. Team A with 250 points. Team B 550 points. Team C with 550 points. Team D 750 points. That is Team B and C tie ആണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും 550 ലാണ് നിൽക്കുന്നത്. So Quiz Master, what will we do now? ടീം ബി കൊല്ലം ടീമും ടീം സി കോട്ടയം ടീമും. നമ്മുടെ ഈ മത്സരത്തിന്റെ നിയമപ്രകാരം ഒരു ടീമാണ് ഫൈനലിലേക്ക് ഇവരുടെ കൂടെ പ്രവേശിക്കുന്നത്. 1ാം സ്ഥാനക്കാരായി എളമക്കര ടീം ഫൈനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ ടീം ആര് എന്നറിയാൻ ഉള്ള ടൈ ബ്രേക്കർ ചോദ്യത്തിലേക്ക് നമ്മൾ പോകും. ഒറ്റ ചോദ്യം, ഹിറ്റ് ഓർ മിസ്. ആദ്യം ബസർ പ്രസ് ചെയ്യുന്ന ടീമിനാണ് ഉത്തരം പറയാനുള്ള അവസരം. ആദ്യം ബസർ പ്രസ് ചെയ്യുന്ന ടീം പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾ സെമി ഫൈനലിലേക്ക് പോയി. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ അതർ ടീം വിൽ ക്വാളിഫൈ. ഇതാണ് ഹിറ്റ് ഓർ മിസ്. ബസർ പ്രസ് ചെയ്താൽ ഉടനെ ഉത്തരം പറയുക, പിന്നെ ചോദ്യം ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ബസർ പ്രസ് ചെയ്യാം. റെഡി? ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു പ്രശസ്തനായ ഇന്ത്യക്കാരനെയാണ്. ഈ പ്രശസ്തനായ ഇന്ത്യക്കാരൻ ചെയ്ത പല കാര്യങ്ങളിൽ ഒന്ന് ലോഗോ ഡിസൈനിങ് ആയിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ലോഗോ ഡിസൈൻ ചെയ്തത് ഇദ്ദേഹമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തത് ഓൺ ദി ബസർ ടീം സി. ആരാണ് പ്രശസ്തനായ ആ ഇന്ത്യക്കാരൻ? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾ സെമി ഫൈനലിലേക്ക് കയറുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിൽ ടീം പുതിയകാവ് സെമി ഫൈനലിലേക്ക് പോകുന്നു. ഹിറ്റ് ഓർ മിസ്. അവർക്കൊരു നല്ല കയ്യടി കൊടുക്കാം നമുക്ക് ഉത്തരത്തിന്റെ മുന്നേ. Crucial part of the game. ബ്രഹ്മമംഗലം ടീം, ആരാണ് ആ പ്രശസ്തനായ വ്യക്തി? നന്ദലാൽ ബോസ്. നന്ദൻലാൽ ബോസ് എന്ന ഉത്തരം
തെറ്റാണ്. അയ്യോ. നന്ദൻലാൽ ബോസ് എന്ന ഉത്തരം തെറ്റിപ്പോയി. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തതും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ ലോഗോ ഡിസൈൻ ചെയ്തതും മാനിറ്റേഴ്സ് ഓഫ് കൊമ്യൂൺ എന്ന പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തതും എല്ലാം ഇദ്ദേഹമാണ്. ഇദ്ദേഹം നന്ദൻലാൽ ബോസ് അല്ല. ഫെലൂഡ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സത്യജിത് റേ ആയിരുന്നു എനിക്ക് വേണ്ട ഉത്തരം. സോ ടീം കോട്ടയം മനോഹരമായി പെർഫോം ചെയ്തു. ദേ ടുക്ക് ദ റിസ്ക്. ടീം ബി പുതിയകാവ് ടീം കൊല്ലം ക്വാളിഫൈങ് ടു ദ സെമി ഫൈനൽ. ടീം ഡി ആൻഡ് ബി ആണ് നമ്മുടെ സെമി ഫൈനൽസിലേക്ക് കടക്കുക. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് നമ്മുടെ സ്വന്തം ലിഞ്ചു സർ. സർ പ്ലീസ് ടു ജോയിൻ വിത്ത് us. So now let's invite the special guest of this episode, Dr. Pradeep K. Madhavan, Regional Head, Sales and Marketing, The Hindu Group. Sir, please. So, സാറിനൊരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ കൈമാറുന്നതിനായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അശ്വതി ദാസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മാനേജർ, ഔട്ട്റീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അഡ്മിഷൻസ് ഡിപ്പാർട്ട്മെന്റ്, അമൃത വിശ്വ വിദ്യാപീഠം. അശ്വതി മാം, പ്ലീസ് ഡു ജോയിൻ വിത്ത് us. നമ്മുടെ ഈ ഫ്ലോറിൽ നമ്മുടെ ഈ ക്വിസ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹൗ ഡു യു ഫീൽ? വളരെ എക്സൈറ്റഡ് ആണ്. ആക്ച്വലി എന്നെ വിളിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഗ്രാമിൻ്റെ സമയത്തേക്ക് വരാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് പറയായിരുന്നു എനിക്ക് ഈ സെഷൻ ഫുള്ളായിട്ട് കാണണമെന്ന്. രണ്ട് കാര്യം, ഒന്ന് ഞാൻ സ്നേഹജിൻ്റെ വലിയൊരു ഫാനാണ്. ആൻഡ് കൺഗ്രാറ്റുലേറ്റ് ടു ഓൾ ദ പാർട്ടിസിപ്പൻസ് ആൻഡ് ഓഫ് കോഴ്സ് ദ വിന്നേഴ്സ്. താങ്ക് യു. നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ അറിഞ്ഞു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ദി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമ്മുടെ ക്വാർട്ടർ ഫൈനലിസ്റ്റിനുള്ള പ്രൈസ് ആയിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുക. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ടീം എ, AKGS GHSS പേർലശ്ശേരി കണ്ണൂർ. പ്രൈസ് കൈമാറുന്നതിനായിട്ട് here we have Dr. Pradeep sir. Let me invite team C, HSS and VHSS Brahmamangalam, Kottayam. So finally, it's time to distribute the prizes for those who are entering into the semi-finals. Let's invite team B first. Amrita Vidyalayam Pudiyakavu, Kollam, R. Madhav and Amal Krishna V. Thank you so much guys and congratulations. Team D, Bhavan Salamakara, Ernakulam, Aman B. Binoj and Ishan R. Menon. IQA State Quizzing Championship Season 2-ന്റെ ഒരു ഗംഭീര എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതിലും കിടിലം എപ്പിസോഡ്സ് ആയിട്ട് we will be coming back soon. So we'll see you in the next episode. This is me, Juliet, signing off. ഇന്നത്തെ 4 teams are ready here. The wrong answer, -100. അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, 100.